നമസ്കാരം. ഒരു സാധാരണ മനുഷ്യൻ ഒരു ദൈവമായി മാറുക, അതുമാത്രമല്ല ഒരു വലിയ സാമൂഹിക വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിക്കുക. കേൾക്കുമ്പോൾ ഒരു കഥ പോലെ തോന്നാം, അല്ലേ? പക്ഷേ ഇത് നടന്ന സംഭവമാണ്. 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ നടന്ന ഒരു വിപ്ലവത്തിന്റെ കഥ. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. നമ്മൾ ഈ കഥ തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിൽ നിന്നാണ്. ആ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അന്ന് സമൂഹമെന്ന് പറയുന്നത് പല തട്ടുകളായി ക്രൂരമായി തന്നെ വിഭജിക്കപ്പെട്ടിരുന്നു. കടുത്ത അനീതി, അസമത്വം, ഇതൊക്കെയായിരുന്നു അവിടുത്തെ നിയമം. കർശനമായ ജാതിവ്യവസ്ഥ കാരണം ഒരു വിഭാഗം ആളുകളെ അടിമകളെപ്പോലെയാണ് കണ്ടിരുന്നത്. അവർണർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം, അവരുടെ ജീവിതം ശരിക്കും ഒരു ചങ്ങലക്കെട്ട് തന്നെയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല, എല്ലാവരും നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ പാടില്ല, എന്തിന് സ്വന്തം ഇഷ്ടത്തിന് ഒരു മേൽവസ്ത്രം ഇടാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല. അങ്ങനെയൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ്, ഈ അനീതിയുടെയെല്ലാം നടുവിലേക്കാണ് നമ്മുടെ കഥാനായകന്റെ ജനനം. ഒരു മാറ്റത്തിന്റെ വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടി ജനിച്ചൊരാൾ. ചാന്നാർ സമുദായത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. മാതാപിതാക്കൾ അവനൊരു പേരിട്ടു, മുടിചൂടും പെരുമാൾ. കേൾക്കാൻ നല്ല ഭംഗിയുള്ള പേരല്ലേ? അതിന്റെ അർത്ഥം കിരീടം ചൂടിയ ദൈവം എന്നാണ്. പക്ഷേ ആ പേര് തന്നെയായിരുന്നു ആദ്യത്തെ പ്രശ്നം. ഉയർന്ന ജാതിക്കാർക്ക് ആ പേര് അത്ര പിടിച്ചില്ല. ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടിക്ക് ഇത്ര രാജകീയമായൊരു പേരോ? സമ്മർദ്ദം സഹിക്കാൻ പറ്റാതെ ആ മാതാപിതാക്കൾക്ക് ആ പേര് മാറ്റേണ്ടി വന്നു. അങ്ങനെ മുടിചൂടും പെരുമാൾ എന്ന പേര് മാറി മുത്തുകുട്ടി എന്നൊരു സാധാരണ പേരായി. കണ്ടില്ലേ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴിടുന്ന പേരിൽ പോലും വിവേചനം എത്രത്തോളം ആഴത്തിൽ വേരുന്നിരുന്നുവെന്ന്. വർഷങ്ങൾ കടന്നുപോയി. മുത്തുകുട്ടിക്ക് 22 വയസ്സായി. അപ്പോഴാണ് അദ്ദേഹത്തിന് ചികിത്സയില്ലാത്ത ഒരു വിചിത്ര രോഗം പിടിപെടുന്നത്. ശരീരം ആകെ തളർന്നുപോയി. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചൊരു രാത്രിയിൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്കൊരു സ്വപ്നമുണ്ടായി. സാക്ഷാൽ മഹാവിഷ്ണു സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്, മകനെ തിരുച്ചെന്തൂരിലെ കടലിലേക്ക് കൊണ്ടുപോകാൻ. പിന്നെ ഒന്നും നോക്കിയില്ല. നടക്കാൻ പോലും വയ്യാത്ത മുത്തുകുട്ടിയെ ഒരു തുണിത്തൊട്ടിലിൽ കിടത്തി അവർ യാത്ര തുടങ്ങി. പക്ഷേ യാത്രക്കിടയിൽ ഒരു അത്ഭുതം സംഭവിച്ചു. പെട്ടെന്ന് ആ തൊട്ടിൽ നിന്ന് മുത്തുകുട്ടി എഴുന്നേറ്റ് തിരുച്ചെന്തൂരിലേക്ക് ഓടാൻ തുടങ്ങി. അതൊരു വെറും ഓട്ടമായിരുന്നില്ല. അത് മുത്തുകുട്ടി എന്ന സാധാരണ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനമായിരുന്നു. ഒരു പുതിയ അവതാരത്തിന്റെ, ഒരു പുതിയ ദൗത്യത്തിന്റെ തുടക്കമായിരുന്നു അത്. തിരുച്ചെന്തൂരിലെത്തിയ അദ്ദേഹം നേരെ കടലിലേക്കാണ് പോയത്. പിന്നെ 3 ദിവസം അദ്ദേഹത്തെ ആരും കണ്ടില്ല. അദ്ദേഹം അപ്രത്യക്ഷനായി. എന്നിട്ട് 3-ാമത്തെ ദിവസം 1833 മാർച്ച് മാസം 3-ാം തീയതി അദ്ദേഹം ആ തിരമാലകൾക്കിടയിൽ നിന്ന് വീണ്ടും ഉയർന്നുവന്നു. പക്ഷേ തിരികെ വന്നത് മുത്തുകുട്ടിയായിരുന്നില്ല. അത് മഹാവിഷ്ണുവിന്റെ അവതാരമായ ഒരു പുതിയ ദൗത്യവുമായി വന്ന അയ്യാ വൈകുണ്ഠരായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഈ ദൗത്യം? അതൊരു ചെറിയ കാര്യമായിരുന്നില്ല, പ്രപഞ്ചത്തോളം വലിപ്പമുള്ളൊരു ദൗത്യമായിരുന്നു. അയ്യാവഴി വിശ്വാസപ്രകാരം ഈ ലോകം തുടങ്ങിയപ്പോൾ ക്രോണി എന്ന പേരുള്ള ഒരു വലിയ തിന്മയുണ്ടായിരുന്നു. മഹാവിഷ്ണു അതിനെ പല കഷ്ണങ്ങളാക്കി നശിപ്പിച്ചു. പക്ഷേ ആ കഷ്ണങ്ങൾ ഓരോ യുഗത്തിലും പുതിയ തിന്മകളായി പുനർജനിച്ചു. രാവണനെപ്പോലെ, ദുര്യോധനെപ്പോലെ. നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിൽ ആ തിന്മയുടെ അവസാനത്തെ കഷ്ണമായ കലിയനാണ് ഭരിക്കുന്നത്. സമൂഹത്തിലെ അനീതിയുടെയെല്ലാം കാരണം അതാണ്. ആ കലിയനെ ഇല്ലാതാക്കി ഒരു പുതിയ ധർമ്മയുഗം സ്ഥാപിക്കുക, അതായിരുന്നു അയ്യാ വൈകുണ്ഠരുടെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ദൗത്യവുമായി വരുമ്പോൾ അന്നത്തെ ഭരണാധികാരികളുമായി ഒരു ഏറ്റുമുട്ടൽ ഉറപ്പല്ലേ? അതുതന്നെയാണ് സംഭവിച്ചതും. അദ്ദേഹം ഒട്ടും പേണിച്ചില്ല. തിരുവിതാംകൂർ രാജാവിനെ കലിനീസൻ, അതായത് തിന്മയുടെ ദാസൻ എന്ന് വിളിച്ചു. ബ്രിട്ടീഷുകാരെയോ വെണ്ണീസൻ, ദുഷ്ടരായ വെള്ളക്കാരെന്നും. എന്നിട്ട് പ്രഖ്യാപിച്ചു, ഈ അനീതിയുടെ ഭരണം അവസാനിപ്പിച്ച് താൻ ഒരു ധർമ്മയുഗം സ്ഥാപിക്കുമെന്ന്. ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായും രാജാവിന് ദേഷ്യം വന്നു. ഉടൻ വന്നു സ്വാതി തിരുനാൾ രാജാവിന്റെ കൽപ്പന, വൈകുണ്ഠരെ അറസ്റ്റ് ചെയ്യാൻ. പിന്നെ നടന്നത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു. ചുട്ടുപഴുത്ത ചുണ്ണാമ്പു ചൂളയിൽ അടച്ചു. ദിവസങ്ങളായി പട്ടിണിക്കിട്ട കഴുതപ്പുലിയുടെ കൂട്ടിലിട്ടു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. എല്ലാത്തിനെയും അദ്ദേഹം അത്ഭുതകരമായി അതിജീവിച്ചു. 110 ദിവസത്തെ തടവിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി. അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് രാജാവ് ശ്രമിച്ചത്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തിയും പ്രസ്ഥാനവും മുൻപത്തേക്കാൾ 10 മടങ്ങ് ശക്തമായി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വൈകുണ്ഠർ തന്റെ യഥാർത്ഥ ദൗത്യത്തിലേക്ക് കടന്നു. സമൂഹത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അനാചാരങ്ങളെ ഇല്ലാതാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക്. അദ്ദേഹം ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്നാണ് സമപന്ഥി ഭോജനം. അതായത് എല്ലാ ജാതിയിലുള്ളവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇന്നത് നമുക്ക് സാധാരണമായി തോന്നാം, പക്ഷെ അന്ന് അതൊരു വിപ്ലവമായിരുന്നു. ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. ആ നിയമത്തെയാണ് അദ്ദേഹം ആദ്യം പൊളിച്ചെഴുതിയത്. അടുത്തത് മുന്തിരിക്കിണറായിരുന്നു.
ആ കാലത്ത് ഓരോ ജാതിക്കും വെള്ളം കോരാൻ വേറെ വേറെ കിണറുകളായിരുന്നു. തൊട്ടുകൂടായ്മ അത്രയ്ക്ക് രൂക്ഷമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം എല്ലാവർക്കും ഒരുമിച്ച് വെള്ളം കോരാനായി ഒരു കിണർ കുഴിക്കുന്നത്. അത് വെറുമൊരു കിണറായിരുന്നില്ല, സമത്വത്തിന്റെ വറ്റാത്ത ഉറവയായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു നീക്കം തലപ്പാവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. തലപ്പാവ് അന്ന് അധികാരത്തിന്റെയും അന്തസ്സിന്റെയും ചിഹ്നമാണ്. അത് ധരിക്കാൻ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. വൈകുണ്ഠർ തന്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങളും തലപ്പാവ് ധരിക്കണമെന്ന്. അതൊരു വെറും തുണിക്കഷ്ണം തലയിൽ കെട്ടലായിരുന്നില്ല, അത് നിഷേധിക്കപ്പെട്ട ആത്മാഭിമാനം തിരിച്ചുപിടിക്കാനുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. അപ്പോ ഈ സാമൂഹിക മാറ്റങ്ങൾക്കൊപ്പം തന്നെ അദ്ദേഹം പുതിയൊരു വിശ്വാസത്തിനും തുടക്കം കുറിച്ചു, അയ്യാവഴി. അതിന്റെ ആരാധനാ രീതികളും വളരെ വ്യത്യസ്തമായിരുന്നു. അയ്യാവഴി, അതിനർത്ഥം ഗുരുവിന്റെ പാത എന്നാണ്. ഇതിന്റെ അടിസ്ഥാനം തന്നെ ജാതിയെ പൂർണ്ണമായി ഇല്ലാതാക്കുക, വിഗ്രഹാരാധന ഒഴിവാക്കുക എന്നതൊക്കെയായിരുന്നു. അയ്യാവഴി ആരാധനാലയങ്ങളിൽ, അതായത് പതികളിൽ ചെന്നാൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കും. അവിടുത്തെ ശ്രീകോവിലിൽ ഒരു ദൈവത്തിന്റെയും വിഗ്രഹം കാണില്ല. പകരം അവിടെ വെച്ചിരിക്കുന്നത് ഒരു കണ്ണാടിയാണ്, വെറുമൊരു കണ്ണാടി. എന്തിനായിരിക്കും ഒരു കണ്ണാടി? എന്താണതിന്റെ അർത്ഥം? അതിന്റെ പിന്നിലെ ആശയം വളരെ ലളിതവും ശക്തവുമാണ്. ദൈവം എവിടെയോ ദൂരെയുള്ള ഒരു ശക്തിയല്ല, ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെത്തന്നെ കാണുന്നു. അതായത് നിങ്ങളിലുള്ള ദൈവത്തെ തന്നെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അങ്ങനെ സാമൂഹികമായും ആത്മീയമായും വൈകുണ്ഠർ തുടങ്ങിയ ആ വിപ്ലവം തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ മായാത്തൊരു അടയാളമായി മാറി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാചകമുണ്ട്: നിങ്ങൾ അന്തസ്സോടും ആത്മാഭിമാനത്തോടും കൂടി ജീവിച്ചാൽ മതി, കലി താനെ ഇല്ലാതായിക്കൊള്ളും. അതായത് മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങിയാൽ പുറത്തുള്ള തിന്മയ്ക്ക് നിലനിൽപ്പില്ല. അദ്ദേഹം കൊളുത്തിയ ആ തീപ്പൊരി പിൽക്കാലത്ത് വലിയ സമരങ്ങൾക്ക് വഴിവെച്ചു. നമ്മളെല്ലാം കേട്ടിട്ടുള്ള മാറുമറയ്ക്കൽ സമരം അഥവാ ചാനാർ ലഹളയ്ക്ക് പിന്നിലെ പ്രധാന പ്രചോദനം വൈകുണ്ഠസ്വാമികളായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വഴികാട്ടുന്നു. അപ്പോൾ നമ്മൾ കണ്ട ഈ കഥ നമ്മളോടൊരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലേ? എങ്ങനെയാണ് ഒരൊറ്റ മനുഷ്യന് അദ്ദേഹത്തിന്റെ സമത്വത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിന് ഒരു സമൂഹത്തെ നൂറ്റാണ്ടുകളോളം മാറ്റിമറിക്കാൻ കഴിയുന്ന ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്? ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വിവരണം ഇവിടെ നിർത്താം.